എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. BJPക്ക് ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഒരു വലിയ മല പൊട്ടി ഒലിച്ച് വന്നാലും തങ്ങൾ പേടിക്കില്ല, തങ്ങൾ ഇങ്ങനെ കുലുങ്ങാതെ നിൽക്കുമെന്നുള്ളത്. എന്നാൽ ആ പാർട്ടി BJP എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മെമ്പേഴ്സുള്ള പാർട്ടിയാണല്ലേ, ഇന്ത്യ മഹാരാജ്യത്തെ യുവജനങ്ങൾക്ക് മുമ്പിൽ കീഴടങ്ങേണ്ടി വരികയാണ്, മുട്ടുകുത്തേണ്ടി വരികയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് നേരത്തെ ചെയ്യുമായിരുന്നെങ്കിൽ എത്രത്തോളം പ്രശ്നങ്ങൾ ഒഴിവാക്കാമായിരുന്നല്ലേ. ധർമ്മേന്ദ്ര പ്രധാൻ്റെ ആ ഒരു ലെറ്ററൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ആ ലെറ്ററിൽ പുള്ളി പറയുന്ന കാര്യം കേട്ടാൽ ഞാൻ കുട്ടികൾക്കൊപ്പമാണ്, ധാർമ്മികപരമായിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഞാൻ രാജിവെക്കുന്നുവെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. എന്ത് ധാർമ്മികത! ഇത് പേടിച്ചിട്ട് കൃത്യമായിട്ട് ഞാൻ പറയാം, BJP എന്ന് പറയുന്ന പാർട്ടി ഉണ്ടല്ലോ, പേടിച്ച് വിറച്ചാണ് ഈ രാജിവെച്ചത്. കാരണം ഇന്നലെ വൈകിട്ട് ഇവരുടെ ഉന്നത നേതാക്കൾ ഒരു സമ്മേളനം കൂടുകയാണ്, മീറ്റിംഗ് കൂടുകയാണ് ഇതിനെപ്പറ്റി സംസാരിക്കാൻ. ആ ഒരു മീറ്റിങ്ങിൽ പോലും അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവയ്ക്കേണ്ട എന്നുള്ളതായിരുന്നു. എന്നാൽ ഇന്ന് സംഭവിച്ച കാര്യം എന്താണെന്നറിയാവോ? ഇന്ന് അവധി ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ചെറുപ്പക്കാർ രാവിലെ മുതൽ അങ്ങോട്ട് ഒഴുകുന്ന കാഴ്ചയ്ക്കാണ് ഡൽഹി ജന്തർ മന്തർ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് വരെ ഉണ്ടായിരുന്നത് പോലെയല്ല, ഒരുപാട് പേര് ഇന്ന് രാവിലെ മുതൽ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും അവിടുത്തെ പോലീസിനോ പാരാമിലിറ്ററി ഫോഴ്സിനോ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. കാര്യങ്ങൾ മൊത്തം കൈവിട്ടു പോകുമെന്നും ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുമെന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് BJP ഈ രാജിവെക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഇന്നലെ വൈകിട്ട് കൂടിയിട്ട് രാജിവെക്കേണ്ട എന്ന് തീരുമാനിച്ചവർ ഇന്നതേ ഇപ്പോൾ ഏതാനും കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് രാജി അറിയിക്കാൻ പിന്നെ എന്താണ് കാരണം? ഒന്ന് ആലോചിച്ച് നോക്കിയ, പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിക്ക് ഇൻസ്റ്റഗ്രാമിൽ രാത്രിയിൽ വീഡിയോ ആയിട്ട് പ്രത്യക്ഷപ്പെടേണ്ടി വരികയാണ്. വീഡിയോ സ്ക്രിപ്റ്റഡ് ആകാം, പ്ലാൻഡ് ആകാം, എന്തും ആയിക്കോട്ടെ. പക്ഷേ അദ്ദേഹം ചെയ്ത വീഡിയോ നിങ്ങൾ ഇന്നേ വരെ അങ്ങനത്തെ ഒരു വീഡിയോ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടുണ്ടോ? ഫ്രണ്ട്സ് എന്നും പറഞ്ഞിട്ട് രാജ്യത്തെ യുവജനങ്ങളെ ഡയറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ടി വരികയാണ്. നിങ്ങൾ പ്രശ്നത്തിലേക്കൊന്നും പോകരുത്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമതേയും ഒരു വീഡിയോ 24 മണിക്കൂറിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സ്, എൻ്റെ വാക്കുകൾ കേട്ട എല്ലാവർക്കും നന്ദി, നമ്മൾ പ്രശ്നമൊക്കെ പരിഹരിക്കും. ആദ്യത്തെ വീഡിയോയിൽ ഫാസ്റ്റ് ട്രാക്ക് കോടതി സെറ്റ് ചെയ്തിട്ടുണ്ട്, പുതിയ നിയമം പാസ്സാക്കുന്നു, അങ്ങനെ എന്തൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ അതിനെപ്പറ്റിയല്ല പറയുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ പ്രധാനമന്ത്രിക്ക്, ശ്രീ നരേന്ദ്രമോദിക്ക് ഇങ്ങനെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടുത്തെ ജനങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ടി വരുന്നൊരു കാര്യം? അതിൻ്റെ സംഭവം എന്തെന്നാൽ, ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഡൽഹിയിൽ ഇപ്പോൾ നടക്കുന്ന പ്രൊട്ടസ്റ്റ് ഉണ്ടല്ലോ, അവിടെ പോലീസിനെ ഉപയോഗിച്ച് ആ ഒരു ചെറുപ്പക്കാരെ, ആ യുവജനങ്ങളെ തല്ലിച്ചതയ്ക്കുകയാണ്. അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ കണ്ടതാണ്, ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾ. അതോടൊപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോലീസിൻ്റെ ലാത്തിയിൽ ഒരു ആണി പോലുള്ള എന്തൊക്കെയോ ഉണ്ട്, അങ്ങനെ അടിക്കുകയാണ്. പിന്നെ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കുകയാണ്, ടിയർ ഗ്യാസും ഒക്കെ ഇടുകയാണ്. ക്രൂരമായിട്ട് തല്ലിച്ചതയ്ക്കുന്ന വീഡിയോസൊക്കെ ഞാൻ കറക്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതായിരുന്നു. അതോടൊപ്പം ഇവർ പോലീസിനെ ആക്രമിക്കുന്നുണ്ട്, അത് സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും സാധാരണ ഇതുപോലുള്ള സമരങ്ങൾ നടക്കുമ്പോൾ എന്താ ചെയ്യുക? ഇതുപോലെ പോലീസിനെയോ അല്ലെങ്കിൽ പാരാമിലിറ്ററി ഫോഴ്സിനെയോ ഒക്കെ വെച്ചിട്ട് തല്ലിച്ചതച്ച് അതങ്ങോട്ട് അടിച്ചമർത്താനുള്ള ഒരു ശ്രമമായിരിക്കും നമ്മൾ കാണുന്നതല്ലേ. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് തന്നെയായിരുന്നു ഇവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതാണ് നമ്മൾ വീഡിയോസിലൂടെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരുപാട് മാത്രമല്ല, സ്ത്രീകളെക്കടക്കം മൊളസ്റ്റ് ചെയ്യുന്ന പോലീസിനെ അങ്ങനെ കണ്ടായിരുന്നു. ഒരു പെൺകുട്ടി വെറുതെ നടന്നു പോകുമായിരുന്നു, പോലീസ് പുറകെ ചെന്ന് ആ പെൺകുട്ടിയുടെ കരണത്തടിക്കുന്നു, പുറകിൽ തള്ളിയിടുന്നു, ചെസ്റ്റിൽ പിടിച്ച് തള്ളുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്തിട്ടും ഒരു തരത്തിലും ഇതിനൊരു ശമനമുണ്ടായില്ല. മാത്രമല്ല, സാധാരണ ഒരു പ്രൊട്ടസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രാദേശികമായിട്ട്, ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊരു സമരം നടക്കുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ട്, ഇല്ല. പക്ഷേ ഇതങ്ങനെ ആയിരുന്നില്ല. രാജ്യത്തിൻ്റെ എല്ലാ സംസ്ഥാനത്തു നിന്നും, യൂണിയൻ ടെറിട്ടറീസിലൊക്കെ നിന്നും ഈ യുവജന സാഗരം ഒരു കടൽ പോലെ അങ്ങോട്ട് ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിനെ തടയിടാനായിട്ട് പല പരിപാടികൾ അവർ പ്ലാൻ ചെയ്യുകയാണ്. 16ഓളം വരുന്ന മെട്രോ സ്റ്റേഷൻ അടയ്ക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ സ്വിഗ്ഗി സൊമാറ്റോ വഴിയൊക്കെ ഒരുപാട് അവർക്ക് ഫുഡിനോ മെഡിസിനോ ഒന്നും യാതൊരുവിധ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ലായിരുന്നല്ലേ. അത് വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ ഓർഡർ ചെയ്തുകൊണ്ട് കൊടുക്കുകയാണ്. ഞാൻ കണ്ടതായിരുന്നു, ഒരാൾ 60,000 രൂപയ്ക്ക് ഓർഡർ ചെയ്തു, 10,000 രൂപയ്ക്ക് ഓർഡർ ചെയ്തു, അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ റിയലായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഈ ഒരു സ്വിഗ്ഗി സൊമാറ്റോയുടെ പ്രവർത്തന മേഖല. അതൊരു റെസ്ട്രിക്റ്റഡ് സോണാക്കി വെച്ചിട്ട് അത് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചു. മെട്രോ സ്റ്റേഷൻ വഴി ആളുകൾ ഇങ്ങോട്ട് വരുന്നത് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചു. മറ്റ് പ്രധാനപ്പെട്ട ഇങ്ങോട്ട് ജന്തർ മന്ദറിലേക്ക് കയറാനുള്ള കവാടങ്ങളുണ്ടല്ലോ, അതൊക്കെ ബാരിക്കേഡുകൾ വെച്ച്, അതൊക്കെ ഒരുപാട് ദൂരെയാണ്. അപ്പോൾ പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് ഇങ്ങോട്ട് വരുന്നത് കംപ്ലീറ്റ് തടയാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ ഇതൊന്നും കൊണ്ട് രാജ്യത്തെ യുവജന ശക്തിയെ തടയാൻ അവർക്കായിട്ടുണ്ടായിരുന്നില്ല. പലയിടത്തു നിന്ന് വരുന്ന യുവജനങ്ങൾ പല മാർഗ്ഗങ്ങളിലൂടെ, അവിടെ ബൈക്ക് സർവീസ് നടത്തിയവരുണ്ട്, ഇതിനുവേണ്ടി സഹായിച്ച ഓട്ടോക്കാരുണ്ട്, അങ്ങനെ എന്തൊക്കെയായാലും പല മാർഗ്ഗങ്ങളിലൂടെ ഈ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കമ്പനി CRPFനെ അവർ ഡിപ്ലോയ് ചെയ്യുകയാണ്. ഒരു കാര്യമില്ലാതെ പോവുകയാണ്. കാരണം അത്രത്തോളം യുവജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പലർക്കുമുള്ളൊരു ചിന്താഗതിയാണ്, അല്ലെങ്കിൽ പല കമൻറ്റ് ബോക്സിൽ ഞാൻ കാണുന്നൊരു കാര്യമാണ്, അവസാനം ഇന്ത്യൻ ആർമി ഇറങ്ങേണ്ടി വരും, എന്നാൽ യുവന്മാരുടെയൊക്കെ
ഈ പ്രശ്നങ്ങൾ തീരും, ഇന്ത്യൻ ആർമി വന്ന് ഒതുക്കുമെന്ന്. അങ്ങനെ പറയുന്നവർ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ ആർമി വന്നാലും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾ എന്താ വിചാരിക്കും, ഇന്ത്യൻ ആർമി തോക്കുമായിട്ട് വരുന്നു, തോക്കുമായിട്ട് വന്നിട്ട് അവർ ഇവിടുത്തെ യുവജനങ്ങളെ വെടിവെക്കുമോ? അങ്ങനെ വെടിവെച്ച് ഒരാളെങ്കിലും മരിച്ചാൽ രാജ്യം നിന്ന് കത്തും. അതുകൊണ്ട് അവരങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഇന്ത്യൻ ആർമി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മുടെ പുറത്തു നിന്നുള്ള ശത്രുക്കളെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതുപോലുള്ള സുരക്ഷാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പലയിടത്ത് വിന്യസിക്കാറുണ്ട് ഇപ്പോൾ ചില പ്രശ്നബാധിത മേഖലകളിലൊക്കെ. പക്ഷേ അതുപോലെ ഒരു ലോക്കലൈസ്ഡ് ആയിട്ടുള്ള പ്രശ്നമായിരുന്നില്ല ഇത്. നടക്കുന്നത് ഡൽഹി ജന്തർ മന്ദറിലാണെങ്കിലും ഇവിടെ എത്തിച്ചേരുന്നത് രാജ്യത്തുടനീളമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും യുവജനങ്ങളാണ്. പ്രായമായിട്ടുള്ള എല്ലാവരും കുടുംബസമേതം കൊച്ചു കുട്ടികളുമായിട്ട് അവിടെ സേവനം ചെയ്യാനും അങ്ങനെ ഇങ്ങനെയൊക്കെ എത്തുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ ആർമി ഇറക്കിയാൽ അങ്ങോട്ട് തീരുമാനമാകും എന്നൊക്കെ പറയുന്നത് വെറും മണ്ടൻ ചിന്താഗതിയാണ്. അവർക്കും വന്ന് ഇതുപോലെ തന്നെ പോലീസുകാരെ പോലെ ഗണ്ണ് ചൂണ്ടാം. ഇവിടെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിലെ ഉദ്യോഗസ്ഥർ ഗണ്ണ് ചൂണ്ടുന്നുണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. കാരണം ഇവരെങ്ങനെ കൂട്ടമായിട്ട് ആക്രമിക്കാൻ വരികയാണ്. എന്നിട്ട് എന്ത് പറ്റി? ഒന്നും സംഭവിച്ചില്ല. അവർ വീണ്ടും അയാളെ പിന്തുടർന്ന് മർദ്ദിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതല്ലേ. അതായത് ഞാൻ പറഞ്ഞു വന്നത്, ഒരു സേനയും ഇറക്കിയിട്ട് നിയന്ത്രിക്കാൻ പറ്റില്ല. കാരണം ഒരു ചെറിയ പ്രാദേശികമായിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി നടത്തുന്ന ഏതെങ്കിലും ഒരു മതവിഭാഗം നടത്തുന്ന തരം പ്രൊട്ടസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നുമല്ല, മറിച്ച് ഇന്ത്യയിലെ എല്ലാവരും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ പങ്കെടുക്കുന്ന പ്രൊട്ടസ്റ്റാണല്ലേ. എല്ലാ മതത്തിലുള്ളവരും എല്ലാ പാർട്ടിയിലുള്ളവരും എല്ലാ കൾച്ചർ റിലീജിയൻ എനിത്തിങ് അതിലുള്ളവരൊക്കെ പങ്കെടുക്കുന്ന ഒരു പ്രൊട്ടസ്റ്റാണ്. അതോടൊപ്പം ഈ പ്രൊട്ടസ്റ്റിൽ ഞാൻ കാണാൻ പറ്റിയത് കുറേ നാൾക്ക് ശേഷം വലിയൊരു സാഹോദര്യത്തിൻ്റെ മൂവ്മെൻറ്റ് കൂടിയാണ് കേട്ടോ. ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ കിടന്നുറങ്ങുന്നവർക്ക് മറ്റ് വ്യക്തികൾ വീശിക്കൊടുക്കുന്നു, എല്ലാവർക്കും ഭക്ഷണങ്ങൾ സപ്ലൈ ചെയ്യുന്നു, ഓരോരുത്തർ അവരുടെ കടയിൽ നിന്നൊക്കെയുള്ള സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടു കൊടുക്കുകയാണ്. ഭയങ്കര ഒരു സാഹോദര്യത്തിൻ്റെ ഒരു കാഴ്ചകൾ കൂടിയിട്ടാണ് ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം കൂടി അഡ്രസ്സ് ചെയ്യുകയാണ്. ഈ ഒരു സമരത്തിൻ്റെ ഇടയിൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ച ചിലരുണ്ട്. ഇതുപോലെ തന്നെ ക്രൂരമായിട്ട് വെറുതെ കല്ലെറിയുക തുടങ്ങിയ ആൾക്കാരുമുണ്ട്, തർക്കമൊന്നുമില്ല. പക്ഷേ അതോടൊപ്പം തന്നെ പോലീസും നമ്മളുടെ യുവജനങ്ങളെ തല്ലിച്ചതച്ചതിന് കയ്യും കണക്കുമില്ല. എന്തായാലും ഫൈനലി പേടിച്ച് വിറച്ചിട്ട് രാജിവെക്കേണ്ട ഒരവസ്ഥയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അത് സത്യം പറഞ്ഞാൽ ചരിത്രപരമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇതിനു മുമ്പൊന്നും അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടില്ല. വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷേ പ്രതിഷേധക്കാർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കത്തില്ലായിരിക്കാം. ഇപ്പോൾ നമ്മളുടെ ഗവൺമെൻറ് ഭയക്കുന്നൊരു കാര്യം എന്തെന്നാൽ, ഇപ്പോൾ ശ്രീലങ്കയിൽ ഡൽഹിയിലൊക്കെ സംഭവിച്ചത് എന്താണ്, അവിടെ നമ്മളുടെ പാർലമെൻറ്റ് പോലുള്ള ഭരണശിലാ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രത്തലവന്മാരുടെ വസതികളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഈ സമരക്കാർ കൈയടക്കുകയാണ്. കാരണം കൈവിട്ട് പോയി, പിന്നെ പിടിച്ചു കെട്ടാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഇത് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. ഇനി ഇവിടെ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം എന്തായിരിക്കും, ഇവർ എങ്ങനെയെങ്കിലുമൊക്കെ പാർലമെൻറ്റിലേക്ക് മാർച്ച് ചെയ്യും, അതിനിടയ്ക്ക് ഭയങ്കര പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അവിടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യാനാണ്? അവർക്ക് വെടിവെക്കാൻ പറ്റും. വെടിവെച്ച് എത്ര പേരെ ഇവർ വെടിവെക്കും? രാജ്യത്തെ ഒരു ആളെ അങ്ങനെ വെടിവെച്ച് കഴിഞ്ഞാൽ രാജ്യം നിന്ന് കത്തൂല്ല. അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആകെയുള്ളൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് മുമ്പിൽ അടിയറവ് പറയുക എന്നുള്ളതാണ്. ഇത് ബി ജെ പിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ മല പൊട്ടി ഇങ്ങനെ ഉരുൾപൊട്ടൽ വന്നാൽ പോലും കുലുങ്ങൂല എന്ന് വിചാരിച്ചിരുന്നവരാണ്. അവർക്കാണിപ്പോൾ രാജിവെക്കേണ്ടി വന്നിട്ടുള്ളത്. മാത്രമല്ല ഇതിനെ തുടർന്ന് ബി ജെ പി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്തെന്നാൽ, സമാനമായിട്ടുള്ള വലിയൊരു കോൺട്രവേഴ്സി ഉണ്ടായാൽ അത് ഒരു ഗ്രൂപ്പിനെ മാത്രമല്ല ബാധിക്കേണ്ടത്, മറിച്ച് രാജ്യത്തുടനീളമുള്ള ഇപ്പോൾ യുവജനങ്ങളെ അല്ലെങ്കിൽ രാജ്യത്തെ എല്ലാ ജനങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയം വന്നാൽ കാര്യമായിട്ട് ഇതുപോലുള്ള സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ അവർക്ക് വീണ്ടും രാജിവെക്കേണ്ടി വരും. ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെ ബി ജെ പി എക്കാലത്തും പിന്തുടരുമെന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് മറ്റൊരു സത്യം എന്നുള്ളത്. കാരണം എന്തായാലും ഈ രാജി വയ്ക്കാതെ ഓപ്ഷനില്ല. കാരണം രാജ്യം ഇന്ന് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ നമുക്ക് ഒഴിവാക്കേണ്ടതുണ്ട്. മാത്രമല്ല ഈ ധർമ്മേന്ദ്ര പ്രധാനേക്കാളും മുകളിലല്ലേ നമുക്ക് വിദ്യാർത്ഥികൾ. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു എന്നും പറഞ്ഞിട്ട് നമുക്ക് ആർക്കും ഒന്നുമില്ല. പക്ഷെ മറിച്ച് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് നീതി കിട്ടണമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വലിയ കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടത്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്ത കഴിഞ്ഞ 2 വീഡിയോയിലും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മളെന്നും വിദ്യാർത്ഥി പക്ഷത്താണ്. വിദ്യാർത്ഥികളുടെ കാര്യങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ ഒരു ജനതയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം നാളത്തെ ഭാവി, നാളത്തെ ഇന്ത്യ ഭരിക്കേണ്ടത്, ഇന്ത്യ കൈകാര്യം ചെയ്യേണ്ടത്, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യേണ്ടത് ഇന്നത്തെ യുവജനങ്ങളാണ്. മാത്രമല്ല നീറ്റിൻ്റെ പ്രത്യേകത എന്താണ്? അവർ ഡോക്ടറാകാൻ പഠിക്കുന്നവരാണ്, നാളെ നമ്മളെ ചികിത്സിക്കേണ്ടവരാണല്ലേ. അപ്പോൾ അവരുടെയൊക്കെ ഭാവി ഉറപ്പാക്കുക എന്നുള്ളത് രാജ്യത്തെ ഓരോ പൗരൻ്റെയും ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം കൂടിയാണ്. അതാണ് സത്യം പറഞ്ഞാൽ ഈ സമരത്തെ സപ്പോർട്ട് ചെയ്തതിലൂടെ, അത് ഓൺലൈൻ ആകട്ടെ ഓഫ്ലൈൻ ആകട്ടെ എങ്ങനെയാകട്ടെ മനസ്സുകൊണ്ട് സപ്പോർട്ട് ചെയ്താൽ പോലും നിങ്ങൾ ഓരോരുത്തരും കൈവരിച്ചിട്ടുള്ളത്. അവിടെ ആ ഒരു പ്രൊട്ടസ്റ്റ് വേദി ഉണ്ടല്ലോ, സമരവേദി ഉണ്ടല്ലോ, അവിടെയൊക്കെ വലിയ ആഘോഷമാണ്. ഇപ്പോൾ വീഡിയോ ഒക്കെ ലൈവായിട്ട്
ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. CJPയുടെ നേതാവ് അഭിജിത്ത് ദീപ്കെ, അദ്ദേഹത്തിന് ടൈഫോയിഡ് ബാധിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ രാവിലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ടൈഫോയിഡാണ്, ഹോസ്പിറ്റലാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ആ ഹോസ്പിറ്റലിൽ നിന്ന് പോലും അദ്ദേഹം അവിടെ നേരിട്ടെത്തിയിട്ട് ആ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ടല്ലോ, രാജ്യത്തിൻ്റെ പ്രതിപക്ഷം എന്ത് വീക്കാണെന്നുള്ളത്, എത്രത്തോളം ഒരു ശോചനീയാവസ്ഥയിലാണെന്നുള്ളതാണ് ഈ ഒരു സംഭവം കാണിച്ചു തരുന്നത്. ഇത്രത്തോളം സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോൾ എഥനോളുമായി ബന്ധപ്പെട്ട വിഷയം, CBSEയുടെ മാർക്കിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട വിഷയം, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ നീറ്റിൽ കുട്ടികൾ ആത്മഹത്യ ചെയ്തല്ല, അത്രത്തോളം കുട്ടികൾ ആത്മഹത്യ ചെയ്തു. രാഹുൽ ഗാന്ധി എവിടെയോ വിദേശ രാജ്യങ്ങൾ എവിടെയോ ടൂർ അടിച്ച് നടക്കുമായിരുന്നു, അദ്ദേഹം ട്രിപ്പിലായിരുന്നു, ഇതൊന്നും അഡ്രസ്സ് ചെയ്യാതെ വേറെ ഏതോ ലോകത്ത് കറങ്ങി നടക്കുന്നു. ഇത്രയും വലിയ സംഭവങ്ങൾ ഇവിടെ നടന്നിട്ട് അങ്ങനെ അവസാനം ജസ്റ്റ് വന്നിട്ട് മുഖം കാണിച്ചിട്ട് അദ്ദേഹം വീണ്ടും പോവുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അഭിജിത്ത് ദീപ്കെയൊക്കെ ഈ പ്രതിപക്ഷ നേതാവാക്കി കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നേനെ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം രാഹുൽ ഗാന്ധി ആയതുകൊണ്ട് മാത്രം, ഗാന്ധി കുടുംബത്തിൽ ഉള്ള വ്യക്തി ആയതുകൊണ്ട് മാത്രം അദ്ദേഹം ഒരു മികച്ച പ്രതിപക്ഷ നേതാവാകുന്നില്ല. അദ്ദേഹത്തിന് ഇന്ത്യ ഉടനീളം സപ്പോർട്ടുണ്ട്, കാരണം ഈ കുടുംബത്തിൻ്റെ പശ്ചാത്തലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് മാത്രം അദ്ദേഹം മികച്ച പ്രതിപക്ഷ നേതാവാകത്തില്ല. കോൺഗ്രസ്സിന് എങ്ങനെയെങ്കിലും വളരണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ട് ഈ അഭിജിത്ത് ദീപ്കെയൊക്കെ പോലുള്ള ചുറുചുറുക്കുള്ള കാര്യപ്രാപ്തിയുള്ള ചെറുപ്പക്കാരുണ്ടായിരിക്കും. ആ ചെറുപ്പക്കാർ ഈ സ്ഥാനത്തേക്ക് നേതൃനിരയിലേക്ക് വരണം. കോൺഗ്രസിൻ്റെ പ്രശ്നം അറിയാമല്ലോ, കുറച്ച് ഹൈക്കമാൻഡും ഞാനും ഒപ്പനും സുഭദ്ര എന്ന് പറയുന്ന പോലെ കുറച്ച് ടീമുണ്ടാവും. ആ ടീമിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക. ആ ഖാർഗെയൊക്കെയാണ് ഇതിൻ്റെ, എന്ത് ചെയ്യാനാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഇത് കാണിച്ചു തരുന്നൊരു കാര്യമുണ്ട്, പ്രതിപക്ഷം ശക്തമായെങ്കിൽ അവർക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ഒരു രാഷ്ട്രീയ സാഹചര്യവുമില്ലാത്ത, അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ അകത്തില്ലാത്ത ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് ഈ വലിയ മാറ്റം കൊണ്ടുവന്നത്. അപ്പോൾ അത് പ്രതിപക്ഷം കണ്ടുപഠിച്ച് ഏത് ഭരണകൂടം എടുത്താലും, അത് രാജ്യമാകട്ടെ, സംസ്ഥാനമാകട്ടെ, അല്ലെങ്കിൽ ഇവിടുത്തെ പഞ്ചായത്താകട്ടെ, എന്തും ആയിക്കൊള്ളട്ടെ, നല്ലൊരു ഭരണപക്ഷവും വേണം, നല്ലൊരു പ്രതിപക്ഷവും വേണം. അല്ലാതെ പ്രതിപക്ഷം വീക്കാണെങ്കിലുണ്ടല്ലോ അവിടെ സംഭവിക്കാൻ പോകുന്ന പലപ്പോഴും ഏകാധിപത്യപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നമുക്കതല്ല വേണ്ടത്. ഏത് പാർട്ടിയാകട്ടെ ഭരിക്കുന്നതും പ്രതിപക്ഷത്തിരിക്കുന്നതും രണ്ടും നല്ല ഡബിൾ സ്ട്രോങ് ആയിരിക്കണം. നല്ല പ്രതിപക്ഷ നേതാക്കൾ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ നമ്മളുടെ കേരളത്തിൻ്റെ കറണ്ട് അവസ്ഥ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിണറായി വിജയൻ അല്ല ഒരു പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരേണ്ടത്, കാരണം അദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശ്രീ VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഭയങ്കര ഓളമല്ലേ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ സൃഷ്ടിച്ചത്. ഒരു പ്രതിപക്ഷ നേതാവ് എങ്ങനെ ആയിരിക്കണമെന്നാണ് അദ്ദേഹം കാണിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മൊമെൻറ്റം ഉള്ളതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് എല്ലാവരെയും മറികടന്ന്, ഹൈക്കമാൻഡിൻ്റെ റെക്കമെൻഡേഷനും മറികടന്ന് KC വേണുഗോപാലിനെയും വെട്ടിയിട്ട് മുഖ്യമന്ത്രിയാകാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എപ്പോഴും നമ്മളുടെ രാജ്യത്തിലെ എല്ലാ ഭരണകൂടങ്ങളും, സംസ്ഥാനമായാലും രാജ്യമായാലും ഒക്കെ നേരിടുന്ന പ്രശ്നം നല്ല പ്രതിപക്ഷ നേതാക്കളില്ലാത്തതാണ്. ഇപ്പോൾ നമ്മുടെ കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, കേന്ദ്രത്തിലേതുപോലെ തന്നെ. അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവത്തിൽ നിന്ന് എല്ലാ ഭരണകൂടങ്ങളും മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും നിങ്ങൾ പ്രതിഷേധങ്ങൾ നേരിടുമ്പോൾ അത് ഏതെങ്കിലും ചെറിയൊരു വിഭാഗത്തെ ബാധിക്കുന്നത് കൊണ്ടാണ് അത് നിങ്ങൾക്ക് ഒതുക്കാൻ പറ്റുന്നത്. മറിച്ച് രാജ്യത്തെ എല്ലാ ജനങ്ങളും അത് ഏറ്റെടുക്കുന്നൊരു സംഭവമായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതാണ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നത്. അതും എന്തൊക്കെയുണ്ടെങ്കിലും പേടിക്കില്ല എന്ന് ഓവർ കോൺഫിഡൻ്റ് ആയിട്ടുള്ള BJPക്ക് പോലും ഭയന്ന് പിന്മാറേണ്ടി വന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും നമ്മുടെ രാജ്യത്തെ യുവജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അതോടൊപ്പം ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇപ്പോൾ ഏത് പാർട്ടിയാണെങ്കിലും നിങ്ങൾ ഭരണത്തിലുണ്ട്, ഇപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാർ കാണും. പക്ഷേ അടുത്തൊരു തലമുറ ഇവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ കേരളത്തിൻ്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. 2016 ഈ പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിൽ കയറുന്നതല്ലോ, അന്ന് 8-9 വയസ്സുള്ള കുട്ടികളൊക്കെ 2026 ഇലക്ഷന് നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ കുട്ടിയുടെ ഏറ്റവും ചെറുപ്പമായിട്ടുള്ള ഫേസിലൂടെ കടന്നു പോകുമ്പോൾ അവൻ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് വോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, എല്ലാ ജനവിഭാഗത്തെയും, ഇപ്പോൾ നിങ്ങൾക്ക് പ്രായമായിട്ടുള്ള ഒരുപാട് സപ്പോർട്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ, ഒരു 10-20 വർഷങ്ങൾക്കുള്ളിൽ കംപ്ലീറ്റ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു തലമുറയാണ് ഇവിടെ ഉണ്ടാകാൻ പോകുക. അവരായിരിക്കും മേജർ വോട്ട് ഷെയർ ഉള്ളത്, നിങ്ങളുടെ പ്രധാനപ്പെട്ട വോട്ടേഴ്സ് അവരായിരിക്കും. അപ്പോൾ അവരെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങളിലൂടെ കടന്നു പോയില്ലെങ്കിൽ ഏത് പാർട്ടിയാണെങ്കിലും, ഏത് അലയൻസ് ആണെങ്കിലും, മുന്നണിയാണെങ്കിലും നല്ല തിരിച്ചടികൾ നേരിടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. യുവജനങ്ങളെ അവരെ മറന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ നിങ്ങളുടെ പാർട്ടിക്ക്, നിങ്ങളുടെ മുന്നണിക്ക് യാതൊരുവിധ നിലനിൽപ്പുമില്ല. ഇതൊക്കെ തന്നെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.